അപ്പം ഫാദർ ജോസഫ് ഗോപുരം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ദേവാലയ നിർമ്മാണവുമായിട്ട് പ്ലാൻ വരയ്ക്കലും ചർച്ചകളും എല്ലാം മുന്നോട്ട് പോയപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ 33 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഒരേ മനസ്സായിട്ട് ഞങ്ങൾ ഒരു തീരുമാനം കൈക്കൊള്ളുകയാണ്. പള്ളി പണി മുകളിൽ തന്നെ മതി, 10,350 സ്ക്വയർ ഫീറ്റ്, 5 കോടിയിൽ കവിയാത്തൊരു പള്ളി. അപ്പോൾ അങ്ങനെയെല്ലാം തീരുമാനിച്ച് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടുത്തെ പള്ളി അന്ന് എഴുതി വെച്ച രജിസ്റ്ററും മിനിറ്റ്സ് ബുക്കൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാമല്ലോ. അതിനകത്ത് ഈ എല്ലാവരും തന്നെ ഈ മിനിറ്റ്സ് എഴുതി അതിനകത്ത് ഒപ്പിട്ടിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ അത് ഇപ്പോഴത്തെ സമയത്ത് അത് ആരെങ്കിലും അടിച്ചു മാറ്റിയോ എന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ഈ 33 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ, അവസാനത്തെ മീറ്റിങ്ങിൽ വികാരിച്ചൻ പറയുകയാണ്, ഓക്കെ, ഇനി നമ്മൾ 180 പേരടങ്ങുന്ന നിർമ്മാണ കമ്മിറ്റിയുടെ ജനറൽ ബോഡി വിളിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ 33 പേര് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരേ സ്വരമേ പാടുള്ളൂ, നമുക്ക് ഈ ഒരു തീരുമാനം മാത്രമേ അവിടെ പറയാൻ പാടുള്ളൂ, ഒരഭിപ്രായ വ്യത്യാസങ്ങളും അവിടെ ഉണ്ടാകരുത് എന്ന് അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ നിർമ്മാണ കമ്മിറ്റിയുടെ ജനറൽ ബോഡി വിളിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്കല്ല സ്ഥലം വാങ്ങാൻ ഉണ്ടായിരുന്ന കൺവീനർ ആൾ തന്നെയാണ് ഈ ഊമക്കത്ത് എഴുതാനൊക്കെ ആയിട്ട് നേതൃത്വം കൊടുത്ത ഒരാൾ, സ്പോൺസർ ചെയ്ത ഒരാൾ. ആൾ തന്നെ ഈ നിർമ്മാണ കമ്മിറ്റിയുടെ പൊതുയോഗത്തിൽ വളരെയധികം ഷൗട്ട് ചെയ്യുകയും ആൾക്കാരെ അങ്ങ് വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ആ 33 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെടുത്ത തീരുമാനത്തിന് അട്ടിമറിച്ച് കളഞ്ഞു, നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. ഇതൊക്കെ ഇടവകയ്ക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? എന്താണ് നമ്മുടെയൊക്കെ ഭക്തിയും അല്ലെങ്കിൽ നമ്മൾ ഈ ദൈവസ്നേഹം, സഹോദര സ്നേഹം, അയൽവക്ക സ്നേഹം എന്നൊക്കെ നമ്മൾ പറയുന്നതല്ലാതെ ഇതേപോലുള്ളൊരു ചതിയാണ് അവിടെ ചെയ്തത്. അതോടുകൂടി അച്ഛൻ മനസ്സ് മടുക്കുകയും അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിച്ചിട്ടാണ് പിന്നെ ഉടനെ തന്നെ ആൾക്ക് മാറ്റത്തിനുള്ള കടലാസ് വന്നു. ആൾ ഇവിടുന്ന് മാറിപ്പോയി. വളരെ വേദനയോടെയാണ് അച്ഛൻ ഇവിടുന്ന് പടിയിറങ്ങിപ്പോയത്. കാരണം അത്രയും കാലത്തെ അദ്ദേഹത്തിൻ്റെ അധ്വാനം, പ്ലാൻ വരയ്ക്കൽ, മീറ്റിംഗ് കൂടൽ, എത്രയോ പള്ളികൾ പോയി സന്ദർശിച്ചു, എന്തെല്ലാം ചിന്തകൾ, ഇതെല്ലാം നശിപ്പിക്കാൻ ആ ഒരാളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു കഷ്ടസ്ഥിതിയിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ആ സമയത്താണ് COVID-19 പൊട്ടിപ്പുറപ്പെട്ട ഒരു സമയം ആയിരുന്നു. അച്ഛനും കോവിഡൊക്കെ പിടിച്ചു. അങ്ങനെ അച്ഛൻ മാറിപ്പോയി. ഉടനെ അടുത്ത ഫാദർ ലിജോ കോങ്കോത്ത് ഇവിടെ വരികയാണ്. പക്ഷെ അദ്ദേഹം വന്നു 6 മാസം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കൊറോണ കൊടുമ്പിരി കൊണ്ട ഒരു സമയമായിരുന്നു, ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു നിർമ്മാണ കമ്മിറ്റീനും വിളിച്ചില്ല, ഒരു മീറ്റിങ്ങുകളും കൂടിയില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ രൂപത ഒരു പ്ലാനിങ്ങോടുകൂടിയാണ് അത് ചെയ്തത്. അതായത് ഫാദർ ജോസഫ് ഗോപുരം ഇവിടുന്ന് മാറിപ്പോയ സമയം വെച്ച് നോക്കുമ്പോൾ സാധാരണ അച്ഛന്മാർക്ക് ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന ആ മാറ്റത്തിൻ്റെ സമയത്തിലേക്ക് 6 മാസത്തെ സമയമുള്ളതുകൊണ്ട് ഈ 6 മാസത്തേക്ക് വേണ്ടിയിട്ടല്ലേ ലിജോ കോങ്കോത്തച്ഛൻ ഇവിടെ കൊണ്ടുവന്നതെന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. അങ്ങനെ ലിജോ കോങ്കോത്തച്ഛൻ 6 മാസം കഴിഞ്ഞപ്പോഴേക്കും പോവുകയും പിന്നത്തെ ഓഗസ്റ്റ് മാസത്തിൽ ഇപ്പോഴത്തെ ഞങ്ങളുടെ വികാരി ഫാദർ ജോൺ കവലക്കാട്ട് ജൂനിയർ ആളുടെ രംഗപ്രവേശം. അതുമുതൽ പിന്നെ ഞങ്ങളുടെ ഇടവകയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ആൾ വന്നു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും ആൾ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ നടത്തി. നമുക്കൊരു ദേവാലയം പണിയണം, ഒരുപാട് നാൾ കാത്തിരുന്നിട്ടാണ് നമുക്കൊരു പ്ലാൻ വരച്ച് കിട്ടിയത്. ഞാനിവിടുത്തെ എക്സിക്യൂട്ടീവിനെ കണ്ടിട്ടില്ല, നിർമ്മാണ കമ്മിറ്റീനെ കണ്ടിട്ടില്ല. അപ്പോൾ നാളെ ഞാൻ എക്സിക്യൂട്ടീവ് വിളിക്കും, മറ്റന്നാൾ നിർമ്മാണ കമ്മിറ്റി വിളിക്കും, അത് കഴിഞ്ഞ് ഉടനെ പൊതുയോഗത്തിൽ നമ്മളത് പാസ്സാക്കും, നമ്മൾ പണിയായിട്ട് മുന്നോട്ട് പോകും. ഇടവക ജനങ്ങളോട് ഒരു അഭിപ്രായം ചോദിക്കലുമില്ല, പൊതുയോഗം വിളിക്കലുമില്ല. ഈ പ്ലാൻ ഞങ്ങളാരും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അതിനു മുമ്പ്
നടത്തിയ ഒരുക്കങ്ങളെല്ലാം നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് അച്ഛൻ ഒരു പ്ലാനും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഇനി അവിടെ നിന്നാണ് ഈ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ നിർമ്മാണ കമ്മിറ്റിയുടെ മീറ്റിംഗ് വിളിച്ചു. ഞങ്ങൾ ചെന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു ഫ്ലക്സൊക്കെ അടിച്ചു കൊണ്ടുവന്നേക്കാം, ഒരു പള്ളിയുടെ എലിവേഷൻ മാത്രം, അതിൻ്റെ ചുറ്റും ഇങ്ങനെ പൂത്തൊളിഞ്ഞ് നിൽക്കുന്ന മരങ്ങളും ഒക്കെ ആയിട്ട്. ഞങ്ങളുടെ പള്ളിപ്പറമ്പ് ആണ്, പക്ഷെ അവിടെ വളരെ ഭംഗിയുള്ള ഒരു പള്ളിയുടെ ഒരു ഫോട്ടോ. അപ്പോൾ അത് സാമാന്യം വലിയൊരു പള്ളിയാണ്. 2 വിങ്സ് ഉണ്ട്, അതുപോലെ മുകളിലൊരു ഡോമുണ്ട്. അതും ആൾ പറയണത് ഈ 20 അടി താഴ്ചയിലുള്ള സ്ഥലത്ത് ആണ് ആ പള്ളി പണിയേണ്ടത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അപ്പോൾ ഇത്രയും നാൾ ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനങ്ങളും ഇതെല്ലാം എന്തു ചെയ്യും? ഇതൊന്നും എനിക്കറിയണ്ട, അതൊന്നും എൻ്റെ പ്രശ്നമല്ല. മുകളിൽ പള്ളി പണിയാം എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണെന്നാണ് പറഞ്ഞത്. ഒരു വികാരി വന്നിട്ട് പറയാണ്, നിങ്ങളെടുത്ത തീരുമാനം എനിക്ക് പ്രശ്നമില്ല, മുകളിൽ പള്ളി പണിയാൻ പറ്റില്ല, അത് ആത്മഹത്യാപരമാണ്. ഞാൻ പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതെനിക്കിവിടെ താഴെ പണിയണം. അപ്പോൾ അതിനകത്ത് രസകരമായൊരു സംഗതി, അത് ഏകദേശം 25,750 സ്ക്വയർ ഫീറ്റ് പള്ളി വരുന്നത് 2 നിലകളിലായിട്ട് ഡോമോട് കൂടി ഈ 20 അടി ഹൈറ്റിൽ നിന്ന് പില്ലർ പണിത് അതിൻ്റെ മുകളിൽ പള്ളി പണിയാൻ ഈ അച്ഛൻ അന്ന് കല്ല് വെച്ചൊരു നുണ പറഞ്ഞത് അത് വെറും 4,48,00,000 പണിയാൻ പറ്റുന്നതാണ്. ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ 5 കോടിയിൽ ഒതുങ്ങുന്ന ഒരു പള്ളി പണിയാമെന്ന് പറഞ്ഞിരിക്കെ അതിലും 52 ലക്ഷം കുറവിന് ഇത്രയും വലിയൊരു പള്ളി അച്ഛൻ പണിയാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെയും മനസ്സൊന്ന് മാറി. നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. പക്ഷെ പിന്നീട് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയല്ലേ എന്ന് മനസ്സിലാക്കി കൊടുത്തുനിന്ന് ഞങ്ങളിതിൻ്റെ അന്വേഷണം ആരംഭിക്കുകയാണ്. ആ അന്വേഷണം ആരംഭിച്ചതേ ഞങ്ങൾക്ക് മനസ്സിലായ വസ്തുതകളും ഇതിനു മുമ്പ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന ആ പ്ലാനുകളും എല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ ഇവിടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നു. അത് പ്രകാരം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതായത് 10 വർഷം മുമ്പ് ചെറിയൊരു പള്ളിക്ക് പ്ലാൻ വരച്ച് കൊണ്ടുവന്ന അതിൻ്റെ എസ്റ്റിമേറ്റും ഇപ്പോൾ 25,750 സ്ക്വയർ ഫീറ്റ് 2 നിലകളിലായിട്ട് പണിയാൻ 20 അടി ഹൈറ്റിൽ 2 നിലകളിലായിട്ട് പണിയാൻ കൊണ്ടുവന്ന പ്ലാനും തമ്മിലുള്ള ആ എസ്റ്റിമേറ്റിലെ വ്യത്യാസം നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് തരാനാണ് ഞാനിപ്പോൾ ഇവിടെ പ്രയത്നിക്കുന്നത്. അപ്പോൾ അതിന് സപ്പോർട്ടീവായിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാനുകളുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നതാകട്ടെ അടുത്തൊരു വീഡിയോ.